സുഹൃത്തുക്കളെ, ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളിൽ ഇന്ന് അഞ്ചാമത്തെ ദിവ്യരഹസ്യം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു എന്ന വിഷയമാണ് പ്രതിപാദ്യം. എല്ലാ സുവിശേഷകന്മാരും, സമാന്തര സുവിശേഷകന്മാരും യോഹന്നാനും ഒരുപോലെ എഴുതപ്പെട്ടിരിക്കുന്നു. ചെറിയ ചെറിയ വാക്കുകളുടെ വ്യത്യാസമേ ഉള്ളൂ. അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 35-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാം വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 24, ലൂക്ക 22-33. ഈ വചനങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഈശോനെ കുരിശിൽ തറയ്ക്കുന്നത് ചിന്തിക്കാം. ജപമാല രഹസ്യം ചൊല്ലുമ്പോൾ എന്തിന് ദുഃഖകരമായ ദൈവരഹസ്യം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിൽ ഉപാസിച്ചുകൊണ്ട് ചൊല്ലുന്നു എന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ ജീവിതത്തിലെ സുവിശേഷം സാർവത്രികതയിലേക്ക് പിറക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടിയാണ്. യേശു ജനിച്ചതിലല്ല, യേശു മരിച്ചതിലാണ് സുവിശേഷം വ്യാപകമാകുന്നത്. യേശു മരിച്ചതിൽ മാത്രമല്ല, യേശു ഉദ്ധാനം ചെയ്തതിലാണ് സുവിശേഷം വീണ്ടും പച്ച തുരുത്തുകൾ തേടിയും ദുഷ്കരമായ വഴികൾ തേടിയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ് എന്നത് ഓർക്കുക. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മരണം വേദനാജനകമായിരുന്നു. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ വേദനിച്ചത് യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ അന്നും ഇന്നും ഉള്ളവരാണ്. കാരണം വളരെ ദാരുണമായൊരു മരണമാണ് യേശുക്രിസ്തുവിനുണ്ടായിട്ടുള്ളത്. കുരിശ് സ്വന്തം കിടക്കായാകുന്ന കുരിശ് ചുമക്കുക, മുൾക്കിരീടം ധരിപ്പിക്കുക, ചാട്ടവാറുകൊണ്ട് അടി കൊടുക്കുക, മുഖത്ത് തുപ്പലേക്കുക, പിന്നെ കല്ലെടുത്തെറിയുക, അങ്ങനെയൊക്കെ വീണിടത്ത് നിന്ന് വീണ്ടും ചാട്ടവാറ് കൊണ്ടോ അല്ലാതെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അങ്ങനെ വളരെ വേദന. ഇത് വായിക്കുന്ന നമുക്കാണ് വിഷമം. പക്ഷേ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് യേശു സഹിക്കേണ്ടുന്നതായിരുന്നു, അല്ലെങ്കിൽ അത് സമയത്തോടെ സഹിച്ചു എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് യേശുവിൻ്റെ വ്യാകുലതകളും വേദനകളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ പതിയണമെന്നല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ വ്യാകുലതയോ വേദനയൊക്കെ വരുമ്പോൾ അതിനെ സമചിത്തതയോടെ കാണാനും എനിക്കുണ്ടായിട്ടുള്ള വേദന അവരനുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കാനുമാണ് ഈ ജപമാല രഹസ്യം ചൊല്ലുന്നത് എന്ന് ഓർത്തിരിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എനിക്കുണ്ടായ ബുദ്ധിമുട്ട് മറ്റൊരാൾക്ക് ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കാനാണ് ഈ ജപമാല മണികൾ നമ്മൾ ഉതിർക്കുന്നത്. ഇനി ഞാൻ മറ്റൊരു കാര്യം വളരെ സ്നേഹത്തോടെ പറയാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ മരണം ഏറ്റവും സന്തോഷകരമായിട്ട് ആഘോഷിക്കുന്നതും കൊണ്ടാടുന്നതും ക്രിസ്ത്യാനികളാണ്. കാരണം യേശുവിൻ്റെ മരണത്തെ ജീവനിലേക്കുള്ള കവാടമായി കണ്ടുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ചെറുപ്പത്തിൽ തന്നെ എഴുതി വെച്ചത്, ആ മരണമേ നിൻ്റെ ദംശനം എവിടെ. അപ്പോൾ മരണത്തെക്കുറിച്ച് ഭയപ്പെടാതെ ഇരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജനിച്ചാൽ ഒരിക്കലും മരിക്കും, അതിന് യാതൊരു സംശയമില്ല. അത് ഏത് വിധത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും എന്നത് അറിഞ്ഞുകൂടാ. പക്ഷേ മരണം എന്നത്, നമ്മളെല്ലാവരുടെയും മരണത്തിന് പോകും, കാറിൽ വരും, നടന്നു പോകും, അല്ലെങ്കിൽ നമുക്കുള്ള വാഹനത്തിൻ്റെ മാധ്യമം ഏതാണോ അത് ഉപയോഗിച്ച് വരും. വന്നു, കണ്ടു, അല്പം നേരം നിന്നു, റീത്ത് വെച്ചു, അല്ലെങ്കിൽ റീത്ത് വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൈ കെട്ടി നിന്നു, കൈ കൂപ്പിന് തിരിച്ചു പോകും. പക്ഷേ ഓരോ മരണവും ഓർക്കുക, നമ്മുടെ മുമ്പിൽ എഴുതി വെക്കുന്നു, ഇന്ന് ഞാൻ, നാളെ നീ എന്നൊരു വാക്ക്. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും ഓർക്കാറ്. അവിടെ കിടക്കുന്ന ആളെ കണ്ടിട്ട് നല്ല മനുഷ്യനായിരുന്നു, നല്ല സ്ത്രീയായിരുന്നു, നല്ല കുഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നാളെ താങ്കളെ കണ്ടിട്ട് ഇങ്ങനെ പറയും. ചത്ത് കിടക്കുമ്പോൾ ആരും മോശമല്ല. ചാക്കാല എന്ന കവിത വായിക്കുമ്പം വല്ലപ്പോഴും കടമനിട്ട മനസ്സിൽ ഓർക്കുന്നതല്ല ഇതൊന്നും, ഓർക്കുവാൻ പറ്റിയ നേരമല്ല. അപ്പോൾ കുറ്റങ്ങൾ ഓർക്കാൻ പറ്റിയ, പക്ഷേ കുറ്റം പറഞ്ഞിട്ടാണ് ചാക്കാല അവസാനിക്കുന്നത് വേറെ കാര്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെ നമ്മളും മരിക്കും എന്ന ഒരു വിളിയാണ് ഓർക്കുന്നത്. ഇനിയും യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് അവന് മീറ കലർത്തിയ വീഞ്ഞ് കൊടുത്തു. മീറ യേശു ജനിച്ച സമയത്ത് എത്തിയിട്ടുണ്ട്. യേശു അത്ഭുത പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ തൻ്റെ സുവിശേഷ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് വീഞ്ഞ്. അപ്പം മീറയും വീഞ്ഞും ഒരിക്കലൂടെ എത്തുകയാണ്. 2, യേശുക്രിസ്തുവിൻ്റെ വസ്ത്രങ്ങൾക്ക് അവർ കുറിയിട്ടു. എത്രത്തോളം ഏത് വസ്ത്രമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് എന്നത് നമുക്ക് വ്യക്തമല്ല. എങ്കിലും അവൻ്റെ വസ്ത്രം ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ഒന്നുകിൽ അവൻ്റെ വസ്ത്രം പൂർണ്ണമായിട്ട് അഴിച്ചെടുത്തു. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് മഹാത്മാഗാന്ധിയെ വർഷങ്ങൾക്ക് മുമ്പ് വിൻസെൻ്റ് ചർച്ചിൽ വിളിച്ചിരുന്നുവെങ്കിൽ, അന്ന് യഹൂദർ താഴെ നിന്നുകൊണ്ട് അർദ്ധനഗ്നനായ ഫക്കീർ എന്നല്ല, നഗ്നത, ജനനേന്ദ്രിയത്തിൻ്റെ നഗ്നത മാത്രം നിറയ്ക്കപ്പെട്ട ക്രിസ്തു എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു വിചിന്തനം എൻ്റെ മനസ്സിലുണ്ട്. അവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിന് അവർ കുറിയിട്ടു. ഇതൊക്കെ കണ്ടിട്ട് യേശുക്രിസ്തു, നസ്രാന യേശു
യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതപ്പെട്ടു. അവിടെ സുവിശേഷത്തിൽ എഴുതപ്പെട്ടതനുസരിച്ച് ഇത് പറയുമ്പോൾ യഹൂദരിൽ ചില പ്രമാണികൾ പറഞ്ഞു, പിലാത്തോസിനോട് പറഞ്ഞു, അങ്ങനെ എഴുതാൻ പാടില്ല, നസ്രാനായ യേശു ഞാനാണ് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, രാജാവ് പറയുന്നുണ്ട്, ഞാൻ എഴുതിയത് എഴുതി. അത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ലോകത്തിലേറ്റവും അറിയപ്പെടുന്ന ഒരു വാക്കാണ്. ഞാൻ എഴുതിയത് എഴുതി, ഇനി മാറ്റമില്ല. ഇതൊരു കടുംപിടുത്തത്തിൻ്റെ ആയിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് അത് ആ രാജാവ് തന്നെ പറയും, ഇവൻ്റെ മേൽ ഞാൻ കുറ്റം കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ തിരിച്ച് എൻ്റെ വചനത്തിലേക്ക് തിരിച്ചു വരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളാരും യേശുവിൻ്റെ വ്യാകുലത എടുക്കണ്ട, യേശുവിൻ്റെ വിഷമം എടുക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകുക, ഇനി ഏതെങ്കിലും കാരണവശാൽ ദുഃഖങ്ങളോ വിഷമമോ ഉണ്ടാകുമ്പോൾ അതിനെ സമചിത്തതയോടെ ഉൾക്കൊള്ളാനുള്ള ശക്തിയാകട്ടെ ഇന്നത്തെ ജപമാല പ്രാർത്ഥന. പരിശുദ്ധ അമ്മയോടുകൂടി പ്രാർത്ഥിക്കുക. അതിന് പ്രത്യേകിച്ച് ഞാൻ ഇന്നത്തെ നിയോഗമായിട്ട് ലോകത്തിൽ വെക്കുന്നത് ഇതാണ്. ഗാസയിൽ ഏതാണ്ടൊക്കെ ഇസ്രായേൽ വെടിയൊക്കെ നിർത്തി, പക്ഷേ ഗാസയിൽ ഇപ്പോഴും മനുഷ്യർ മരിക്കുന്നുണ്ട്. അവർക്ക് സമാധാനം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ മറ്റൊരു നിയോഗം നാളെ മുതലെടുക്കും സന്തോഷത്തോടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഏതാണ്ട് ജപമാല രഹസ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീരെ 21-ാം തീയതി ആകുമ്പോൾ 20 തീരേണ്ടെന്ന് ഒരെണ്ണം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിന് ശേഷം ഞാൻ ഈ ജപമാല രഹസ്യം ചൊല്ലി തുടങ്ങിയ ശേഷം അതിൻ്റെ 1000 പേരോളം സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അതിനകത്ത് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ദൈവവചനം അല്ലെങ്കിൽ മനസ്സിൽ സ്വസ്ഥത കിട്ടുന്ന അല്പം ഒരു വാക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം, വിശ്വാസമുള്ളവർ മാത്രം, അല്ലാത്തവരോടൊന്നും എനിക്ക് എതിർപ്പില്ല. എല്ലാവരും നന്മയായിരിക്കട്ടെ, ലോകത്തിൽ നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ജോൺസൺ കരൂർ.